എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരാരി സ്പ്രെഡ്സ് ക്ലബ്ബിലെ പച്ച പുൽമൈതാനത്ത് പകലിന്റെ വെളിച്ചവും ഫ്ലഡ് ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ഒത്തുചേർന്ന ആ സായാഹ്നത്തിൽ ഓരോ സിംബാബ്വെ ക്രിക്കറ്റ് ആരാധകനും ഭയപ്പെട്ടിരുന്ന ആ കാഴ്ച വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരുന്നു. കാരണം ഇന്ത്യയുടെ യുവനിര അവരെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞ് പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം സിംബാബ്വെ നായകൻ സിക്കന്ദർ റാസ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ വാക്കുകൾ അവരുടെ ടീമിന്റെ പോരായ്മകളെ മാത്രമല്ല തുറന്നുകാട്ടിയത്, മറിച്ച് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശിയോടും ഇഷാൻ കിഷനോടും ഇന്ത്യൻ ടീമിനോടും അദ്ദേഹം കാണിച്ച ആദരവ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം കീഴടക്കുന്നതായിരുന്നു. 219 റൺസ് എന്ന ഇന്ത്യ പടുത്തുയർത്തിയ ആ കൂറ്റൻ മലനിരയെ കീഴടക്കാൻ സിംബാബ്വെ ടീം കളത്തിലിറങ്ങിയപ്പോൾ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരായ മയങ്ക് യാദവും യഷ് ഠാക്കൂറും പ്രിൻസ് യാദവും ഇത്രത്തോളം വിനാശകാരികളാകുമെന്നും സിംബാബ്വെ ബാറ്റർമാർക്ക് ഒളിക്കാൻ പോലും ഇടമില്ലാത്ത വിധം അവർ സംഹാരതാണ്ഡവം ആടുമെന്നും ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യൻ ആരാധകരുടെ ഇന്ത്യ ഇന്ത്യ എന്ന ആവേശ തിരമാലകളിൽ അലയടയ്ക്കുമ്പോൾ ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിലൂടെ ഇന്ത്യൻ ബോളർമാർ സിംബാബ്വെയുടെ ബാറ്റിംഗ് നിരയെ നിഷ്കരുണം കീറിമുറിക്കുകയായിരുന്നു. പവർ പ്ലേയിൽ തന്നെ അവരുടെ മുൻനിര ബാറ്റർമാർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് മത്സരത്തെ പൂർണ്ണമായും ഏകപക്ഷീയമാക്കുക മാത്രമല്ല, പരമ്പര സംരക്ഷിക്കാമെന്ന സിംബാബ്വെയുടെ സ്വപ്നങ്ങളെ വേരോടെ പിഴുതെറിയുകയും ചെയ്തു. അവസാന ഓവറുകളിൽ സിംബാബ്വെയുടെ അവസാന വിക്കറ്റും നിലം പതിച്ചപ്പോൾ ഹരാരി സ്പോർട്സ് ക്ലബ്ബിൽ ഒരിക്കൽ കൂടി ഗംഭീരമായ ഒരു തിരിച്ചുവരവ് നടത്താമെന്ന അവരുടെ സുവർണ സ്വപ്നം ഏറ്റവും വേദനാജനകമായ രീതിയിൽ തകർന്നടിഞ്ഞതോടെ സ്റ്റേഡിയത്തിൽ കനത്ത ഒരു നിശബ്ദത തളം കെട്ടിനിന്നു. മത്സരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി ഒഫീഷ്യൽ മൈക്കിന് മുന്നിലേക്ക് സിംബാബ്വെ നായകൻ സിക്കന്ദർ റാസ നടന്നെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് പരിചിതമായ ആ പഴയ നിരാശയും തകർന്നടിഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഭാരവും ആഴത്തിലുള്ള കുറ്റബോധവും ഈറനണിഞ്ഞ കണ്ണുകളും വളരെ വ്യക്തമായി കാണാമായിരുന്നു. സ്റ്റേഡിയത്തിലെ ശ്മശാന മൂകതയ്ക്കിടയിൽ മാധ്യമങ്ങളുടെയും ആരാധകരുടെയും കണ്ണുകൾ പോഡിയത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അങ്ങേയറ്റം ഭാരമേറിയ ഹൃദയത്തോടെയും ഇടറുന്ന തൊണ്ടയോടെയും വിറയ്ക്കുന്ന ശബ്ദത്തോടെയും തന്റെ ഉള്ളിലെ തീവ്രമായ വേദന വെളിപ്പെടുത്തിക്കൊണ്ട് റാസ പറഞ്ഞു തുടങ്ങി, "ഇന്ന് ഞാൻ പൂർണ്ണമായും നിശബ്ദനും അമ്പരന്നിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ വളരെ ആഴത്തിലൊരു ശൂന്യത അനുഭവിക്കുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്റെ സ്വന്തം മണ്ണിൽ എന്റെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ഇത്രയും നാണം കെട്ട രീതിയിൽ പരമ്പര അടിയറ പറയേണ്ടി വന്നതിൽ ഞാൻ അറ്റയടക്കം വേദനിക്കുന്നു, ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. സ്വന്തം ആരാധകർക്ക് മുന്നിലേറ്റ ഈ തുടർച്ചയായ രണ്ടാമത്തെ കനത്ത തോൽവിയുടെ കയ്പും പരമ്പര കൈവിട്ടതിന്റെ ഭയാനകമായ സങ്കടവും ഉൾക്കൊള്ളാൻ എനിക്കും എന്റെ ടീമിനും ഈ നിമിഷം പൂർണ്ണമായും അസാധ്യമായി തോന്നുന്നു" എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യ മത്സരത്തിലെ തെറ്റുകൾ തിരുത്തി ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരു അവസരം നൽകണമെന്ന ലക്ഷ്യത്തോടെ പുതിയ ഊർജ്ജവും പുതിയ തന്ത്രങ്ങളും പുതിയ ചിന്തകളുമായാണ് ഇന്ന് കളത്തിലിറങ്ങിയതെങ്കിലും ഇന്ത്യൻ യുവനിര ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിലും, അത് ആക്രമണാത്മക ബാറ്റിംഗ് ആയാലും അച്ചടക്കമുള്ള ബോളിംഗ് ആയാലും ഊർജ്ജസ്വലമായ ഫീൽഡിംഗ് ആയാലും, തങ്ങളെ വളരെ മോശമായി തികച്ചും ഏകപക്ഷീയമായി പിന്നിലാക്കിയെന്നും മൈതാനത്ത് ഇന്ത്യൻ താരങ്ങൾ കാണിച്ച ആധിപത്യത്തിന് തങ്ങൾക്ക് പക്കൽ യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നും തുറന്നു സമ്മതിച്ചു. തുടർന്ന് തന്റെ ബോളിംഗ് നിരയുടെ തന്ത്രപരമായ പരാജയങ്ങളെയും ദിശാബോധമില്ലാത്ത ബോളിംഗിനെയും മാനസിക കീഴടങ്ങലിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്കും ലോകത്തിനു മുന്നിൽ തന്റെ നിസ്സഹായത പ്രകടിപ്പിച്ചു. ആദ്യ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ ഈ മത്സരത്തിന്റെ അന്തിമവിധി പൂർണ്ണമായും തീരുമാനിക്കപ്പെട്ടിരുന്നു എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം പങ്കുവെച്ച അദ്ദേഹം ഇന്ത്യൻ ടീമിലെ യുവ ഓപ്പണർമാർ അവിശ്വസനീയമായ ആക്രമണോത്സുകതയോടെയും ഭയരഹിത ചിന്തയോടെയും അതിശയകരമായ ആത്മവിശ്വാസത്തോടെയും തങ്ങളുടെ പ്രധാന സ്ട്രൈക്ക് ബോളർമാരെ നേരിട്ട് ആക്രമിക്കാൻ നിരന്ന രീതി തങ്ങളുടെ പ്രീ മാച്ച് ബോളിംഗ് പദ്ധതികളെ ഒന്നാകെ തകർത്തെറിഞ്ഞുവെന്ന് വിലപ്പെടുത്തി. തങ്ങളുടെ ഏറ്റവും പരിചയസമ്പന്നരായ പേസർമാർ തങ്ങളുടെ വേഗത്തെയും സ്വിംഗിനെയും ആശ്രയിച്ചപ്പോൾ ആദ്യ ബോളത്തിൽ തന്നെ പ്രത്യാക്രമണം നടത്തുക എന്ന തന്ത്രമാണ് ഇന്ത്യൻ ബാറ്റർമാർ സ്വീകരിച്ചത്. എന്നാൽ ആ സമ്മർദ്ദ നിമിഷങ്ങളിൽ തങ്ങളുടെ ബോളർമാർക്ക് തങ്ങളുടെ സീം, ലെങ്ത്, യോർക്കർ എന്നിവ കൃത്യമായി എറിയാനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും ഓർമ്മപ്പെടുത്തി. എതിർ ടീമിലെ യുവ ഓപ്പണർമാർ ഏറ്റവും മികച്ച ബോളർമാരുടെ പന്തുകളെ അതിവേഗം ഗാലറിയിലെത്തിക്കുമ്പോൾ ബോളിംഗ് നിരയുടെ മുഴുവൻ ആത്മവീര്യവും തകർന്നടിയുമെന്നും വ്യത്യസ്തമായ ഫീൽഡിംഗ് വിന്യാസങ്ങൾ പരീക്ഷിച്ചുകൊണ്ടും കവറുകളിലും ബൗണ്ടറികളിലും കൂടുതൽ സംരക്ഷണം നൽകാൻ ശ്രമിച്ചിട്ടുപോലും ഇന്ത്യൻ ബാറ്റർമാർ എല്ലാ കോണുകളിൽ നിന്നും ബൗണ്ടറികൾ കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ബോളിംഗിലെ അച്ചടക്കമില്ലായ്മയും തന്ത്രങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറിയതെന്നും പവർ പ്ലേയിൽ തന്നെ ഇത്രയധികം റൺസ് വിട്ടുകൊടുത്താൽ പിന്നെ മത്സരത്തിലേക്ക് തിരിച്ചുവരാനുള്ള തന്ത്രങ്ങൾ കടലാസുകളിൽ മാത്രമായി ഒതുങ്ങുമെന്നും അദ്ദേഹം സമ്മതിച്ചു. ബോളർമാരുടെ മാനസിക തളർച്ചയും സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിലെ പരാജയവുമാണ് സ്വന്തം മണ്ണിൽ ഇത്രയും നിരാശരായി നിൽക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കിയതെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയുടെ 15-കാരനായ കൊച്ചദ്ഭുത ബാലൻ വൈഭവ് സൂര്യവംശി തുടക്കത്തിൽ തന്നെ 200-ലധികം വരുന്ന ഭയപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിൽ ബൗണ്ടറികളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചതിനെയും പിന്നീട് ഇഷാൻ കിഷൻ നേടിയ 81 റൺസും ഉപനായകൻ തിലക് വർമ്മ നേടിയ 64 റൺസും തങ്ങളുടെ സ്പിന്നർമാരെയും പേസർമാരെയും എത്രമാത്രം ക്രൂരമായാണ് നേരിട്ടത്, അത് തങ്ങളുടെ ബോളർമാരുടെ ലൈനും ലെങ്തും മാനസിക സമനിലയും പൂർണ്ണമായും തകർത്തെറിഞ്ഞുവെന്നും വ്യക്തമാക്കി.
സമ്മർദ്ദഘട്ടങ്ങളിൽ തങ്ങൾ പൂർണ്ണമായും ചിതറിപ്പോയതുകൊണ്ടാണ് ബോർഡിൽ 220 എന്ന കൂറ്റൻ സ്കോർ വിട്ടുകൊടുത്തതെന്നും T20 ക്രിക്കറ്റിൽ ഇത്രയും വലിയൊരു സ്കോർ വഴങ്ങിയാൽ പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ സാങ്കേതികമായോ തന്ത്രപരമായോ മാനസികമായോ യാതൊരു വഴിയും അവശേഷിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം വ്യക്തിപരമായ പോരാട്ടങ്ങളെക്കുറിച്ചും നേരിട്ട ആദ്യ ബോളിൽ തന്നെ അക്കൗണ്ട് തുറക്കാതെ പുറത്താകേണ്ടി വന്നതിന്റെ ആഴത്തിലുള്ള ദുഃഖത്തെക്കുറിച്ചും തന്റെ ടീമിന്റെ ഈ അറ്റയടക്കം നിരാശാജനകമായ പ്രകടനത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ സിക്കന്ദർ റാസയുടെ കണ്ണുകളിൽ നീരൊഴുകി ഇറങ്ങുന്നത് കാണാമായിരുന്നു. അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നനഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്സരത്തിന്റെ ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ ആദ്യ ബോളിൽ തന്നെ 0 ഔട്ടായി പവിലിയനിലേക്ക് മടങ്ങിവരേണ്ടി വരുന്നതും 220 റൺസ് എന്ന വലിയ ലക്ഷ്യം തിരിച്ചുപിടിക്കാൻ വെറും 58 റൺസ് എടുക്കുന്നതിനിടയിൽ സ്വന്തം ടീമിലെ പ്രധാനപ്പെട്ട 4 ബാറ്റർമാരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നതും കാണുമ്പോൾ ഒരു നായകന്റെ ഹൃദയം ഉള്ളിൽ നിന്ന് പൂർണ്ണമായും തകർന്നുപോകും. മൈതാനത്ത് നിസ്സഹായനായി നിന്ന് തന്റെ ടീം ഇങ്ങനെ തകർന്നടിയുന്നത് ഒരു ദുസ്വപ്നം പോലെയാണെന്നും ഈ നിർണായക മത്സരത്തിൽ തന്റെ ക്യാപ്റ്റൻസിയും ബാറ്റിംഗും ടീമിന് ഒരു പ്രയോജനവും ചെയ്തില്ല എന്നത് ജീവിതകാലം മുഴുവൻ ഒരു സങ്കടമായി അവശേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാണംകെട്ട പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം മറ്റാരുടെയും മേൽ കെട്ടിവെക്കാൻ തങ്ങൾക്കാവില്ല എന്നും ഈ രണ്ടാമത്തെ മത്സരം എന്ത് വില കൊടുത്തും വിജയിച്ച് ആയിരങ്ങളോളം വരുന്ന തങ്ങളുടെ ആരാധകർക്ക് ആഘോഷിക്കാൻ ഒരു അവസരം നൽകണം എന്ന് സ്വയം വാഗ്ദാനം ചെയ്താണ് കളത്തിലിറങ്ങിയതെങ്കിലും ഇന്ത്യൻ ബോളർമാരുടെ ആ മാരക സ്പെൽ തങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കളഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിൽ തീതുപ്പുന്ന മയന്ത് യാദവ്, യുവ പേസർ പ്രിൻസ് യാദവ്, യഷ് താക്കർ എന്നിവരുടെ തീപ്പൊരി വേഗത്തിനും വിനാശകരമായ സീമിനും അപ്രതീക്ഷിതമായ ബൗൺസിനും തങ്ങളുടെ മുതിർന്ന താരങ്ങളും യുവ ബാറ്റർമാരും ഒരുപോലെ നിസ്സഹായരും തളർന്നരുമായി മാറിയെന്നും ഈ തോൽവി തങ്ങൾക്കൊരു സാധാരണ മത്സരമോ ഒരു പരമ്പര നഷ്ടപ്പെടലോ മാത്രമല്ല, മറിച്ച് സിംബാബ്വെ ക്രിക്കറ്റിനേറ്റ വളരെ ആഴത്തിലുള്ള ഒരു മാനസിക മുറിവാണെന്നും അതുണങ്ങാൻ ഒരുപാട് സമയമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ഭയാനകമായ തോൽവിക്കും നിരാശയ്ക്കും കണ്ണുനീരിനുമിടയിൽ സിക്കന്ദർ റാസ തന്റെ വ്യക്തിപരമായ സങ്കടങ്ങളെ മാറ്റിവെച്ച് ഇന്ത്യയുടെ 15 വയസ്സുകാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയുടെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും ഇഷാൻ കിഷനിന്റെയും തിലക് വർമ്മയുടെയും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അവിടെയുണ്ടായിരുന്ന എല്ലാ ക്രിക്കറ്റ് പണ്ഡിതന്മാരെയും ഇതിഹാസങ്ങളെയും കാണികളെയും പൂർണ്ണമായും അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. വലിയ ബഹുമാനത്തോടെ ഇന്ത്യൻ ടീമിന്റെ ആധിപത്യം തുറന്നു സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭാവിയിൽ ശക്തവും പോരാട്ടവീര്യമുള്ള ഒരു ലോകോത്തര T20 ടീമായി മാറാൻ സിംബാബ്വെയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ തോൽവിയിൽ വിലപിക്കുന്നതിന് പകരം ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആധുനികവും ഭയരഹിതവും ആക്രമണാത്മകവുമായ T20 ക്രിക്കറ്റ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എങ്ങനെ കളിക്കണമെന്ന് ലോകത്തിലെ ഏതെങ്കിലും ക്രിക്കറ്റ് രാജ്യത്തിന് പഠിക്കണമെങ്കിൽ അവർ ഇന്ത്യയുടെ ഈ യുവനിരയെയാണ് മാതൃകയാക്കേണ്ടത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫാസ്റ്റ് ബോളർമാർക്ക് മുന്നിൽ യാതൊരു ഭയമോ സമ്മർദ്ദമോ മടിയോ കൂടാതെ ആദ്യ ബോളിൽ തന്നെ പടുകൂട്ടൻ സിക്സറുകളും ബൗണ്ടറികളും പറത്തുന്ന വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി പോലുള്ള ധൈര്യവും അസാമാന്യ പ്രതിഭയുമുള്ള ഒരു താരം ഇന്ത്യയ്ക്കുണ്ടെന്നും ഇഷാൻ കിഷനും തിലക് വർമ്മയും ക്രീസിലിറങ്ങി ബാറ്റ് ചെയ്യുന്ന ആ ഭയരഹിത അഭിമുഖം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വിശാലമായ അടിസ്ഥാന സൗകര്യങ്ങളെയും അവരുടെ ശക്തമായ സിസ്റ്റത്തെയും മഹത്തായ പാരമ്പര്യത്തെയും വ്യക്തമായി കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ടീമിലെ ഓരോ സ്ഥാനത്തും ഏതു പ്രതികൂല സാഹചര്യത്തിൽ നിന്നും മത്സരത്തെ പിടിച്ചെടുത്ത് സ്വന്തം ടീമിന് സമ്മാനിക്കാൻ കഴിവുള്ള അത്ഭുതപ്പെടുത്തുന്ന മാച്ച് വിന്നർമാർ ഉണ്ടെന്നും അത് 150 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിയുന്ന മയങ്ക് യാദവിനെ പോലുള്ള യുവ പേസർമാരായാലും മധ്യനിരയിൽ ബാറ്റർമാരെ കബളിപ്പിക്കുന്ന രവി ബിഷ്ണോയിയുടെ മാന്ത്രിക സ്പിൻ ബോളിംഗ് ആയാലും ഈ യുവ ഇന്ത്യൻ നിരയ്ക്ക് ലോകത്തിലെ ഏത് കരുത്തുറ്റ ടീമിനെയും ഏത് മൈതാനത്തും പരാജയപ്പെടുത്താനുള്ള പൂർണ്ണ കഴിവുണ്ടെന്നും റാസ ആവേശത്തോടെ പറഞ്ഞു. ആധുനിക T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം സൃഷ്ടിച്ച നിലവാരത്തിൽ എത്തിച്ചേരാൻ സിംബാബ്വെ പോലുള്ള ടീമുകൾക്ക് ഇനിയും വർഷങ്ങളോളം കഠിനാധ്വാനവും തപസ്സും ആവശ്യമാണെന്നും അദ്ദേഹം ഈ വൈകാരികമായ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇന്ത്യൻ ആരാധകർക്കും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും മുഴുവൻ ഇന്ത്യൻ ടീമിനുമായി വളരെ ബഹുമാനപൂർവ്വവും ചരിത്രപരവുമായ ഒരു പ്രസ്താവന നടത്തി. സ്വന്തം തട്ടകത്തിൽ മത്സരവും പരമ്പരയും കൈവിട്ടതിന്റെ പേരിൽ എന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണെങ്കിലും തന്റെ തികഞ്ഞ കായികക്ഷമത കൊണ്ടും എതിരാളികളെ തുറന്ന മനസ്സുകൊണ്ടും പ്രശംസിച്ചുകൊണ്ട് കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഈ വാക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് സിക്കന്ദർ റാസയുടെ ഈ ഹൃദയസ്പർശിയായ പ്രസ്താവനയെക്കുറിച്ചും ഇന്ത്യൻ ടീമിന്റെ ഈ തകർപ്പൻ വിജയത്തെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് താഴെയുള്ള കമന്റ് ബോക്സിൽ ടീം ഇന്ത്യ റോക്സ് എന്ന് രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അതോടൊപ്പം ഈ സവിശേഷമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. മറ്റൊരു ഗംഭീര വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ജയ് ഹിന്ദ്.